വികസന കുതിപ്പിന്റെ ഊർജ്ജപ്രവാഹം പൊന്നാനിക്ക് സമർപ്പിക്കുമ്പോൾ തന്നെ ബഹുമുഖമായ പ്രവർത്തനശേഷിയിലൂടെ കേരളീയ ജീവിതത്തിലെ സജീവ സാന്നിധ്യമായി മാറി. എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണ്ണിലുണ്ണി എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കിയ വിസ്മയ വ്യക്തിത്വം. പൊന്നാനിയിലെ സംയുക്ത ഈദ്ഗാഹിൽ അതിഥികളായെത്തിയ സൌഹൃദ പ്രതിനിധികൾക്ക് സുഗന്ധമുള്ള സ്വീകരണം. അതിഥികളായെത്തിയത് MLA ശ്രീരാമകൃഷ്ണനും കവി ആലങ്കോട് ലീലാകൃഷ്ണനും. എല്ലാവർക്കും എന്റെ ഹൃദയംഗമമായ ഈദ് മുബാറക്. പ്രാദേശികമായി പൊന്നാനി ജീവിതത്തിൽ ഇഴുകിച്ചേരുമ്പോൾ തന്നെ മാധ്യമ സംവാദങ്ങളിലെ ഇടതുപക്ഷ ജിഹ്വ, നിയമസഭയിലെ ക്ഷോഭിക്കുന്ന ചടുല വ്യക്തിത്വം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണമാണ് സാർ. ഊർജ്ജ രംഗത്ത് സൂര്യപ്രഭ എന്നാണ് സാർ ഇതിന്റെ ഹെഡിങ് ഏപ്രിൽ മാസത്തിൽ. സാർ ആ സൂര്യപ്രഭയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ സിമ്പൽ ആരുതാണ് സാർ? ഈ എംബ്ലം ആരുടേതാണ് സാർ? സരിതായസ് നായരുടെ ടീം സോളാർ കമ്പനിയുടെ ഈ എംബ്ലം ആരുടേതാണ്? സലീം രാജ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തോ സാർ? ഈ തിരുവനന്തപുരത്ത് കടകംപള്ളി വില്ലേജിൽ 44 ഏക്കർ ഭൂമി, 200 കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയുടെ സ്വത്ത് തട്ടിയെടുത്തു എന്നുള്ളൊരു കേസ് കടകംപള്ളിയിലെ ഭൂമി നഷ്ടപ്പെട്ടവരുടെ അസോസിയേഷൻ. സുതാര്യ കേരളത്തിലും അങ്ങയുടെ ജനസമ്പർക്ക പരിപാടിയിലും കിട്ടിയ ഈ പരാതി അങ്ങ് എന്ത് ചെയ്തു സാർ? അങ്ങയുടെ സുതാര്യ കേരളത്തിലും അങ്ങയുടെ ജനസമ്പർക്ക പരിപാടിയിലും കിട്ടിയ ഈ പരാതി അങ്ങ് എന്ത് ചെയ്തു സാർ? ആരെ രക്ഷിക്കാനാണ് സാർ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ആരെയോ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ധിക്കാരത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല സാർ. ഈ കേരളത്തിലെ ജനങ്ങളുടെ ആശങ്കകൾ മുഴുവൻ പുറത്തുകൊണ്ടുവരുന്ന നിലയിൽ പ്രതിപക്ഷം ശക്തമായ നിലപാട് സ്വീകരിക്കും സാർ. മണ്ഡലത്തിന്റെ ആരോഗ്യ വികസന മേഖലയിലും കാർഷിക മേഖലയിലും ടൂറിസം വികസന മണ്ഡലങ്ങളിലും എന്നുവേണ്ട കഴിഞ്ഞ 5 വർഷക്കാലം പൊന്നാനിയുടെ ഓരോ ഉൾത്തുടിപ്പിലും ഓരോ ജനകീയ കൂട്ടായ്മകളിലും അകത്തും പുറത്തും നിന്ന് പിന്തുണ നൽകിയ MLA ഒരേ സമയം നിയമസഭയ്ക്കകത്തും പുറത്തും UDFന്റെ കുത്തഴിഞ്ഞ നയമില്ലായ്മകളെ നഖശികാന്തം എതിർക്കുകയും അതേസമയം മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ സഹകരിച്ച് മുന്നേറുകയും ചെയ്തുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണൻ തന്റെ ബൃഹത് പദ്ധതിക്ക് സാക്ഷാത്കാരം നൽകിയത്. പൊന്നാനിയിലെ ജനങ്ങൾ തന്നിലേൽപ്പിച്ച വിശ്വാസം ഓരോ അണുവിലും ദീർഘവീക്ഷണത്തോടെ കാത്തുസൂക്ഷിക്കാൻ ഈ MLAക്ക് കഴിഞ്ഞു. ഇനിയും തുടരേണ്ടുന്ന സമഗ്രമായ വികസന സ്വപ്നമുണ്ട് പൊന്നാനിയുടെ പ്രിയങ്കരനായ സഖാവ് SRKയ്ക്ക്.